ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനിയെക്കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് ആയുർവേദ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുന്ന രംഗമാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഐസ് കണ്ണിനെക്കുറിച്ച് കണ്ണിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇന്നിപ്പോൾ ഈ ആശുപത്രി കൊണ്ടുവന്നത്. കൂടെ മകനുണ്ട്, കൂടെ ഈ മകൻ്റെ മാതാവുണ്ട്, അബ്ദുൽ നാസർ അവരുടെ ഭാര്യ കൂടെയുണ്ട്. പിന്നെ സഹപ്രവർത്തകർ, PDPയുടെ സഹപ്രവർത്തകർ എല്ലാവരും ഈ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. കൊണ്ടുപോകുന്ന രംഗങ്ങളാണ് കാണുന്നത്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല. ഒരു കാലത്ത് 14-ാം രാവ് ഉദിക്കുന്നത് പോലെ ഉദിച്ചു വന്ന അബ്ദുൽ നാസർ മദനി, അത് ഉദിച്ച് വന്നപ്പോൾ തന്നെ അതിൻ്റെ നിശേഷം അതിൻ്റെ നശിപ്പിച്ച് കളയപ്പെട്ട, അത് ഉദിക്കാതെ 14-ാം രാവായി ഉദിച്ചു വരാതെ തന്നെ നശിപ്പിക്കപ്പെട്ട അബ്ദുൽ നാസർ മദനി ജീവിതമെന്നും കാരാഗ്രഹങ്ങൾക്കുള്ളിൽ, അതായത് ജയിലിൽ അഴിക്കുള്ളിൽ ആക്കപ്പെട്ടു ഫാസിസ്റ്റുകൾ. കാരണം പീഡിപ്പിക്കുന്ന പീഡിതർക്ക് വേണ്ടി മാത്രം, അതായത് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടുന്ന ഈ സമൂഹത്തിനെതിരെ സംസാരിക്കുകയും മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന അതുപോലെയുള്ള വംശഹത്യകളും ഇതിനെക്കുറിച്ചെല്ലാം സംസാരിച്ച അബ്ദുൽ നാസർ മദനിയെ അന്ന് ഇടത് വലത് പാർട്ടികൾ, നമ്മുടെ മുസ്ലിം ലീഗ് വരെ തള്ളിപ്പറയുകയുണ്ടായി. അബ്ദുൽ നാസർ മദനിക്കെതിരായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സത്യം പറയുന്നതിൻ്റെ പേരിൽ മോശമായി ചിത്രീകരിക്കുകയും പാസ്റ്റുകൾ വിരിച്ച വലയ്ക്കുള്ളിൽ അകപ്പെടുകയും ചെയ്തു. കാരണം ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ടു. അത് ചോദിക്കുവാൻ ഒരൊറ്റ മനുഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ. ആണായി ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളായിരുന്നു, അബ്ദുൽ നാസർ മദനി എന്ന ആ മഹാത്മാൻ. ആ മനുഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുക, ഇതായിരുന്നു ഫാസിസ്റ്റുകളുടെ ലക്ഷ്യം. അങ്ങനെ അവർ വിരിച്ച വലയിൽ ആ പഞ്ചവർണ്ണ കിളി അകപ്പെട്ടു, പഞ്ചവർണ്ണ നക്ഷത്രം ആ വലയ്ക്കുള്ളിൽ അകപ്പെട്ടു. കാലാകാലങ്ങൾ അഴിക്കുള്ളിൽ തന്നെ നീറി അത് അവസാനിക്കപ്പെടുക തന്നെ ചെയ്തു. അവസാനം ചിറകൊടിഞ്ഞ ആ പക്ഷിയെ ഒന്നും ചെയ്യാനൊക്കില്ല എന്ന് കണ്ട് രോഗം പിടിച്ച ആ പക്ഷിയെ അവർ കൂട്ടിൽ നിന്നും പുറത്തു വിട്ടു. ഇതിനിടയിലും ഒരിക്കൽ തമിഴ്നാട്ടിൽ പിടിച്ചു കൊണ്ടുപോയി. തമിഴ്നാട്ടിൽ നിന്നും അന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം ചെയ്ത കുറ്റം എന്താണെന്ന് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, അബ്ദുൽ നാസർ മദനി തന്നെ പറഞ്ഞിരുന്നു, ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾ പറയുക, എന്നിട്ട് എന്നെ തൂക്കിലേറ്റുക. തെറ്റെന്തെന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത തെറ്റെന്നത്. അന്നവർക്ക് തെറ്റ് തെളിയിപ്പിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ കർണാടക ജയിലിലേക്ക് കൊണ്ടുപോയി. കർണാടകയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. വീണ്ടും ഈ പാർട്ടികൾക്ക് ഈ മദനി ഒരു തലവേദനയായി മാറുമെന്ന് അവർക്ക് വീണ്ടും അറിയാം. അത് ഈ 14-ാം രാവ് പോലെ ഉദിച്ചു വരുമെന്ന് വീണ്ടും അവർക്ക് സംശയമുണ്ട്. വീണ്ടും അവരെ കാരാകാരങ്ങളിലേക്ക് തന്നെ അടയ്ക്കപ്പെടുകയാണ് ചെയ്തത്.
അങ്ങനെ ചിറകൊടിഞ്ഞ ഈ പക്ഷി ഇനി ഒന്നും ചെയ്യില്ല, രോഗവും ബാധിച്ചു, ഇനി എന്നേക്ക് ഒന്നും ആവില്ല എന്ന് വെച്ചു. അവസാനം തുറന്നു. ആ മദിനയാണ് നമ്മളിവിടെ കാണുന്നത്. എന്നും അദ്ദേഹത്തിനെന്നും അത് ഖുർആൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സത്യസന്ധനായ ഒരു മുസ്ലിമിന്, വിശ്വാസിക്ക് ഈ ഭൂമി ഒരു ജയിലായിരിക്കുമെന്നുള്ളത്. ആ ജയിൽ അദ്ദേഹം അനുഭവിച്ചു. അതിൻ്റെ ദുഃഖം എല്ലാ മുസ്ലിങ്ങൾക്കും അദ്ദേഹം നമ്മളെ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു, പീഡിതർക്ക് വേണ്ടി സംസാരിച്ചു, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു, അഴിച്ചമർത്തപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കപ്പെട്ട മദനിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തർ പേരും ദുആ ചെയ്യുക. അദ്ദേഹത്തിന് സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യുക. എന്നെന്നും ജീവിച്ചിരിക്കുന്നത് എന്നെന്നും നന്മകൾ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നന്മകൾ മാത്രം അദ്ദേഹത്തിന് വരുവാനും സുഖരീതിയിൽ മരണപ്പെടുവാനും നല്ല നിലയിലായി എല്ലാവരുടെയും പ്രാർത്ഥനയും അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി നാം ഇത് ദുആ ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കും. ടൈം മീഡിയ.